Hi dear friends, Assalamu alaikum, Namaskaram. Welcome back to Shikas Cafe. ഇന്ന് പുട്ടുപൊടി കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. സാധാരണ നമ്മൾ അരിപ്പൊടി കൊണ്ടും അതേപോലെ അരി അരച്ചിട്ടുമാണ് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ നമുക്കിനി വീട്ടിൽ പുട്ടുപൊടി ഉണ്ടെങ്കിലും നമുക്ക് എളുപ്പത്തിൽ നെയ്യപ്പം തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് പുട്ടുപൊടി കൊണ്ടുള്ള നെയ്യപ്പം കഴിക്കാൻ. സാധാരണ നമ്മൾ അരി അരച്ചിട്ടുണ്ടാക്കുന്ന ആ ഒരു നെയ്യപ്പത്തിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പുട്ടുപൊടി വെച്ചിട്ട് നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കിയാലും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പുട്ടുപൊടി കൊണ്ട് നെയ്യപ്പം ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പാക്കറ്റ് പുട്ടുപൊടിയാണ്. അപ്പോൾ ഏത് കമ്പനീൻ്റെ പുട്ടുപൊടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇനി നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച പുട്ടുപൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും മതി. പാക്കറ്റ് പുട്ടുപൊടി തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പുട്ടുപൊടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മെഷർമെൻറ്റ് കപ്പ് വേണമെന്നൊന്നുമില്ല. നമ്മൾ സാധാരണ എടുക്കുന്ന ഗ്ലാസിൻ്റെ അളവിന് പുട്ടുപൊടി എടുത്താലും മതി. ഗ്ലാസ്സിനാണെങ്കിൽ 1/2 ഗ്ലാസ് പുട്ടുപൊടി എടുക്കുക. ഇനി നമുക്കിതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് മൈദപ്പൊടിയാണ്. 1/2 കപ്പ് പുട്ടുപൊടിക്ക് 1/4 കപ്പ് മൈദപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വറുത്ത് പൊടിച്ച് ചെറിയ ജീരകം വേണമെന്നൊന്നുമില്ല. 1/2 ടീസ്പൂണ് സാധാ ചെറിയ ജീരകം ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് തണുത്തിട്ടുള്ള ശർക്കരപ്പാനിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. സാധാ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അത് ഈ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് നേരിട്ട് അരച്ചെടുക്കൊന്നും വേണ്ട, 1-2 മിനിറ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. ഈ ഒരു മിക്സ് എല്ലാതും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. പിന്നെ നമുക്ക് ഈ ഒരു മാവ് ഒരല്പം തരിയോട് കൂടി തന്നെയാണ് കേട്ടോ വേണ്ടത്. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മാവ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരല്പം തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ തേങ്ങാക്കൊത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ കൂടിപ്പോവരുത് കേട്ടോ. കൂടിപ്പോയാൽ ഈ ഒരു നെയ്യപ്പത്തിൽ നന്നായിട്ട് എണ്ണ പിടിക്കും. പിന്നെ നമ്മളിത് ഇൻസ്റ്റൻ്റായിട്ട് ചുട്ടെടുക്കുന്നതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ മാവ് നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടല്ലേ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ തേങ്ങ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മാവ് മിക്സ് ചെയ്തപ്പോൾ മാവ് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കട്ടിയിൽ നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കിയാൽ ഇതിൻ്റെ ഉള്ളൊന്നും വെന്ത് കിട്ടൂല. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ നെയ്യപ്പത്തിൻ്റെ ബാറ്റർ ഒരുപാട് കട്ടിയാവാൻ പാടില്ല, ഒരുപാട് ലൂസും ആവാൻ പാടില്ല. നമ്മുടെ ഒരു ഇഡ്ഡലി ബാറ്ററിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് നെയ്യപ്പത്തിൻ്റെ ബാറ്റർ വേണ്ടത്. അപ്പോൾ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യപ്പം ചുട്ടു തുടങ്ങാം. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ കയ്യിൽ നിന്നാണ് മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ചെറിയ നെയ്യപ്പമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വലിയ നെയ്യപ്പം വേണ്ട വെച്ചാൽ വലിയ തവിക്ക് മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മൾ നെയ്യപ്പം ചൂടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു എണ്ണൻ്റെ ചൂടാണ്. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു നെയ്യപ്പത്തിൻ്റെ എണ്ണ നമ്മൾ ചൂടാക്കിയെടുക്കാൻ. എണ്ണ ചൂടായ ശേഷം മാത്രമേ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. എന്നാലേ നമ്മുടെ നെയ്യപ്പം നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. ഇപ്പോൾ ഈ ഒരു നെയ്യപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ നെയ്യപ്പം ചുടുമ്പോൾ നമ്മളെപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചുട്ടെടുക്കാൻ. എന്നാലും നെയ്യപ്പത്തിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഒരു നെയ്യപ്പം 2 ഭാഗവും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്തിട്ട് കോരി മാറ്റാം. നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു നെയ്യപ്പത്തിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസിയും അതുപോലെ ഒരു എണ്ണൻ്റെ ചൂടുമാണ്. ഇത് രണ്ടും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം. നെയ്യപ്പത്തിൻ്റെ മാവിന് കട്ടി കൂടിയാൽ നെയ്യപ്പത്തിൻ്റെ ഉൾഭാഗം കറക്റ്റ് കുക്കായി കിട്ടൂല. അതുപോലെ മാവ് നന്നായിട്ട് ലൂസായാൽ നമ്മൾ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിങ്ങനെ പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസിയും എണ്ണൻ്റെ ചൂടുമാണ് നെയ്യപ്പം പെർഫെക്റ്റായി കിട്ടാനുള്ള ട്രിക്ക്. അപ്പോൾ ഈ ഒരു അളവിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ ഞാനിപ്പോൾ എല്ലാ നെയ്യപ്പവും ചുട്ടെടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ നെയ്യപ്പമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കൂടുതൽ അളവിൽ നെയ്യപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പുട്ടുപൊടി കൊണ്ടുള്ള നെയ്യപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മൾ സാധാരണ അരി അരച്ചുണ്ടാക്കുന്ന നെയ്യപ്പത്തിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു നെയ്യപ്പത്തിനും. പുറം ഭാഗം അത്യാവശ്യം ക്രിസ്പും ഉണ്ടാവും, ഉൾഭാഗം സോഫ്റ്റും ആയിട്ടാണ് ഈ ഒരു നെയ്യപ്പം ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ നെയ്യപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഷികാസ് കഫേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേഗത്തിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്